CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ച് CPM. സംസ്ഥാനത്ത് സംഘടനാ ചുമതലകൾ ഇല്ലാത്തതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. വനിതാ ക്വോട്ടയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്ന PK ശ്രീമതി അവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണ് സംസ്ഥാന ഘടകം. മുതിർന്ന നേതാവ് PK ശ്രീമതിയെ CPM സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിലക്കിയതിനെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അമ്പരപ്പോടെയാണ് വീക്ഷിക്കുന്നത്. നടപടി പാർട്ടിയുടെ സംഘടനാ രീതിക്ക് നിരക്കുന്നതാണെന്ന സംശയമാണ് നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പങ്കുവെക്കുന്നത്. എന്നാൽ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മട്ടിലാണ് സംസ്ഥാന നേതൃത്വം. ദേശീയതലത്തിൽ പ്രവർത്തിക്കാൻ നിയോഗിച്ച PK ശ്രീമതി തുടർന്നും സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിൽ അത് ഏതാണ്ട് വ്യക്തമാണ്. സമയവും സാഹചര്യവും നോക്കി PK ശ്രീമതിക്ക് സെക്രട്ടറിയിൽ പങ്കെടുക്കാമെന്ന തരത്തിലുള്ള ന്യായീകരണം ചമച്ചുകൊണ്ടാണ് നേതാക്കളുടെ ഇന്നത്തെ പ്രതിരോധം. പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായെങ്കിലും ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ആ രീതിയിൽ അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം. എന്നാൽ സമയമുള്ളപ്പോഴും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുക്കുന്നതിൽ ടീച്ചർക്ക് തടസ്സവുമില്ല. കേന്ദ്ര കമ്മിറ്റിയിലെ കേരളത്തിൽ നിന്ന് ഒഴിവുകൾ നികത്തിയപ്പോൾ PK ശ്രീമതിയുടെ ഒഴിവിലും പുതിയ അംഗത്തെ നിയോഗിച്ചിട്ടുണ്ട്. KS ലീഗ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് അങ്ങനെയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷ എന്ന പരിഗണനയിലാണ് ശ്രീമതിയെ പ്രായപരിധി പിന്നിട്ടിട്ടും കേന്ദ്ര കമ്മിറ്റി നിലനിർത്തിയതെന്നും സംസ്ഥാന നേതൃത്വം പറയുന്നു. നേതാക്കൾ പലരും ഈ അഭിപ്രായം പങ്കിടുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന നിലയിലാണ് ശ്രീമതിയുടെ വിലക്ക് പാർട്ടിക്കകത്ത് നടപ്പായത്. 24 തിരുവനന്തപുരം.